ഹായ് ചാങ്കള്, എല്ലാവർക്കും നമസ്കാരം. വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക്. അപ്പം ഇന്ന് ബംഗാളിൻ്റെ പണി തുടങ്ങുകയാണ്. ബംഗാളിൻ്റെ പണി തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞിട്ട് ചെങ്ങന്ന് 4/1/2025 ഡേറ്റ്. അപ്പോൾ നമ്മളെ വടമുക്ക് ബംഗാളിൻ്റെ വണ്ടിയുടെ മുകളിലൊക്കെ വടമുക്ക് ബംഗാളി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ട്രാക്ടറായിട്ടാണ് പോകുന്നത്. തെങ്ങേറാനും പോവാണ്ട് പൂട്ടാനും പോവാണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വണ്ടി തുറന്ന് റേഡിയേറ്ററിലൊക്കെ വെള്ളം ഒഴിക്കണം. അനിയൻ്റെ വീട്ടിലാണ് വന്നുള്ളത്. അപ്പോൾ മുത്തശ്ശിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയുടെ മുകളിൽ നിന്ന് അയച്ചെടുത്ത കമ്പികളാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ വടമുക്ക് സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ അനിയൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെയാണ് വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ പോവുകയാണ്, പനമ്പാട്ടിക്ക് പോവുകയാണ്. പോണ പോക്കിൽ വെള്ളം ചിരക്ക ഒരു തെങ്ങ് കയറി കൊടുക്കാണ്ട്. അപ്പോൾ പോണ പോക്കിൻ്റെ അവസ്ഥയാണ്. വടമുക്കിലൊക്കെ ആകെ വാട്ടർ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ ലൈൻ പൊളിച്ചിട്ട് ആകെ നാശാക്കി കീഴുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ വിജയേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. വിജയേട്ടൻ്റെ കെയറോപ്പിൽ തന്നെയാണ് പോകാനുള്ളത്. ഇത് ഞാൻ കുറച്ച് മുന്നേ പൂട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിലാണ് ഇപ്പോൾ 2 തെങ്ങ് കയറാനുള്ളത്. അപ്പോൾ അപ്പുറത്തൊരു പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീടിനോട് ചാരിയിട്ടുള്ള തെങ്ങാണ് കേട്ടോ ഇപ്പോൾ കയറാനുള്ളത്. അപ്പോൾ ഞാൻ ആ തെങ്ങിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമല്ലേ, ചെറിയ സംഭവം. ഇതിൻ്റെ ട്രാക്ടറൊക്കെ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ദാസേട്ടന് പേപ്പർ ഇടുന്നുണ്ട് നമ്മളെ. അപ്പോൾ പേപ്പറിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചാണ്. അപ്പോൾ ആ പുതിയ വീട് കണ്ടില്ലേ, ആ വീടിൻ്റെ അപ്പുറത്തോട്ട്. അപ്പോൾ ഒരു കുട്ടി തേങ്ങയൊക്കെ പറക്കി കൂട്ടുന്നുണ്ട്. വിജയേട്ടനായിട്ട് ഇനി പനമ്പാട്ടിക്ക് പോകണ്ടിട്ടാ. പനമ്പാടാണ് ഇനിയിപ്പോൾ പൂട്ടാനുള്ളത്. അപ്പോൾ ഇതാണ് വിജയേട്ടൻ്റെ വീട്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇവിടെ യോഗ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിജയേട്ടൻ. അപ്പോൾ വിജയേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വീടാണ്. അപ്പോൾ അവരുടെ വീടിനോട് ചാരിയിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാൻ നേരത്ത് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചോറ് താഴ്ത്തിക്കണ്ട് വീണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വെള്ളഞ്ചിറ ഭാഗത്തു കൂടി എന്നിട്ട് പോകണത് പനമ്പാട്ടിക്ക് പോകണമാണ്. ഇത് നമ്മളെ പ്രേമേട്ടൻ്റെ വീടാണ്. നമ്മളെ കൂടെ തെങ്ങേറാൻ വേണ്ടിയിട്ട് പോകണ പ്രേമേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളഞ്ചിറ പാടമൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ അവിടുത്തെ പാടവും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നട്ട് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ അവിടുന്ന് പോണ പോക്കാണ് നമ്മൾ. അപ്പോൾ പോണ പോക്കിലാണ് ഇപ്പോൾ പനമ്പാടിഞ്ഞ് പോയിട്ട് പൂട്ടാണ്ട്. പിന്നെ നമ്മളെ വല്യമ്മയുടെ വീടും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരട്ടെ. അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ ഷെരീഫ്ഖാൻ്റെ വീടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ മോനേട്ടൻ്റെ കട. അപ്പോൾ മോനേട്ടൻ്റെ 2 വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ കാണുന്നതിൻ്റെ അവിടെയാണ് ഇനിയിപ്പോൾ റഫീഖാൻ്റെ വീട്. റഫീഖാൻ്റെ പറമ്പിൽ കണ്ടപ്പോൾ പൂട്ടാൻ വേണ്ടി പോണത്. പനമ്പാട് എത്തിയിട്ട് നമ്മൾ പനമ്പാട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ തെക്കേക്കര അമ്പലം. ഇവിടെ നിന്നുണ്ട് ഈ പ്രസാദേട്ടൻ്റെ വീടാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തെക്കേക്കര അമ്പലമാണ് കണ്ട. ഇപ്പോൾ വണ്ടി എടുക്കണില്ല. അതിൻ്റെ അപ്പുറത്താണ് ഇത് കണ്ട. ഇതാണ് തെക്കേക്കര അമ്പലം കേട്ടോ. ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറണം. ഞാൻ ഉള്ളിലേക്ക് കയറാൻ കിട്ടുക കുറച്ച്. അങ്ങനെ പോണ പോക്കിലൊരു പഴക്കൊല നമ്മളെ തലയം വെച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇവിടെ നിന്ന് കയറുന്നിടത്ത് ഒരു പഴക്കൊല താഴത്തേക്ക് ഇതാക്കിയിട്ടുണ്ട്. അത് തലയം വെച്ച് അടിക്കുകയൊക്കെ ചെയ്ത് ഉണ്ട്. ആ കണ്ണ് ഒരു പഴക്കൊല കണ്ടില്ലേ. ഇതിൻ്റെ അവിടെ നിന്നാണ്ട് ഉള്ളിലേക്ക് പോകണം കേട്ടോ നമുക്ക്. ഇനി അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി ആ കണ്ണ് കയറി കണ്ടില്ലേ. വിജീഷേട്ടൻ്റെ മതിലാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിഷ്ണേട്ടൻ്റെ വീട് കാണിച്ചു തരാം. കുട്ടിഷ്ണേട്ടൻ്റെ വീട്ടിൽ കണ്ടില്ലേ, ഈ കയറുന്നതാണ് കുട്ടിഷ്ണേട്ടൻ്റെ വീട്. ഈ വീടിൻ്റെ നേരെ ബാക്കിലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത്ര പരിചയം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ നിന്നിരുന്നത് പനമ്പാടായിരുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. എൻ്റെ വല്യമ്മയുടെ വീടുണ്ട് തൊട്ടടുത്ത്. ഈ സ്കൂളിൻ്റെ അടുത്ത്, പനമ്പാട് സ്കൂളിൻ്റെ അടുത്തൊക്കെ കച്ചവടം ചെയ്യണ ബാലേട്ടൻ അറിയില്ലേ. ബാലേട്ടൻ്റെ ഒക്കെ ഭാര്യയുടെ ഇത്ര മോനട്ടെ ഞാൻ. അപ്പോൾ വിജയേട്ടൻ അവിടെ വന്നിട്ടുണ്ട്. വിജയേട്ടൻ്റെ കെയർ ഓഫിലാണ് നമ്മളിവിടെ പൂട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടെ തെങ്ങേറ്റക്കാർ ഇവിടെ തെങ്ങേറിയിട്ടിരിക്കട്ടോ. അവ ഇതായിട്ട് കിടക്കാണ്. പിന്നെ നല്ല ഉറച്ചിരിക്കണ് ഇവിടെ. അപ്പോൾ പൊടിയെന്ന് വെച്ചിട്ട് അമ്മാര് പൊടിയായിരുന്നു ഇവിടെ പൂട്ടുമ്പോൾ വെച്ചിട്ടാ. അത്രയും ഉറച്ചിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തെങ്ങേറുന്ന കാര്യം ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആ ഉസ്താദിൻ്റെ വീട്ടിൽ 2 തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങ് കയറി കൊടുത്ത് പിന്നെ ഇവിടെ പൂട്ടി കഴിഞ്ഞ് 4 മണി എടുക്കായിട്ട് കൊടുക്കുമ്പോഴാണ് 1 മണിക്ക് കറക്റ്റിന് തെങ്ങ് പൂട്ടൽ തുടങ്ങിയിട്ട് 4 മണിയായി. അപ്പോൾ അതിൻ്റെ മുന്നേ തായറത്താൻ്റെ വീട്ടിലൊക്കെ തെങ്ങ് കയറി കൊടുത്ത്. തായറത്താൻ്റെ വീട്ടിലും 3 തെങ്ങും ഉസ്താദിൻ്റെ വീട്ടിൽ 3 തെങ്ങ് അങ്ങനെ അവിടെ കയറി കൊടുത്ത്. പിന്നെ ചോറിനലൊക്കെ കഴിഞ്ഞ് പൂട്ടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെറുപ്പത്തിൽ നിന്നിരുന്ന നമ്മളെ വല്യമ്മയുടെ വീടാണിട്ടത്. ഇതാണ് സ്കൂളിൻ്റെ അവിടെ കച്ചവടം ചെയ്യുന്ന ബാലേട്ടൻ്റെ വീട്. അപ്പോൾ ഇവിടെയാണ് പിന്നെ 4 മണിക്ക് ശേഷം തെങ്ങ് കയറി കൊടുത്തത്. ഇവിടെ ഉണ്ടായിരുന്നു 10 തെങ്ങിട്ടാ. അങ്ങനെയാണ് ഓരോ ദിവസം ഇതിൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ അവിടെ കച്ചവടം ചെയ്യുന്ന ബാലേട്ടൻ എന്നറിയില്ലേ, സ്കൂളിൻ്റെ അടുത്താണ്. മൂപ്പരെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും കഴിയുന്നത്. കണ്ടെത്തം കയറി കഴിഞ്ഞ് അപ്പോൾ മൂപ്പരെ കാണിച്ചു തരാം ഞാൻ. ഇതവരെ വീടാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അമ്പലവും കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തണ വരെയുള്ള വീഡിയോ കണ്ടിട്ടാ. എന്താണ് ആ ഓരോ ദിവസം അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടണം. 1 മണിക്ക് തൊട്ടിട്ട് 3:50 വരെ പൂട്ടിയിട്ടാ. അപ്പോൾ എത്ര മണിക്കൂർ പൂട്ടി നിങ്ങൾ കണക്ക് കൂട്ടണം. അത് കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ അവിടെ 2 തെങ്ങ് കയറി, വിജയേട്ടൻ്റെ അവിടെ 2 തെങ്ങ് കയറി, തായറാത്താൻ്റെ അവിടെ തെങ്ങ് കയറി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകണത് കേട്ടോ. നിങ്ങൾ ഇന്നത്തെ കണക്ക് കൂട്ടിയിട്ട് എത്ര ഉറുപ്പ്യ കിട്ടിയെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇത് നമ്മുടെ സഞ്ചേട്ടൻ്റെ വീടാണ് കേട്ടോ. പനമ്പാട് നമ്മളെ പനമ്പാട് നിന്നിരുന്ന കാരണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ വന്നു കഴിഞ്ഞ് തായറാത്ത
അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ഉസ്താദിൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇന്ന് പണിയെടുത്തത് അങ്ങനെ പിന്നെ ഈ കാണുന്നതാണ് തായറാത്താൻ്റെ ഒക്കെ വീട്. തായറാത്താൻ്റെ ഷെരീഫ്ഖാൻ്റെ ഒക്കെ വീടാണിട്ടത് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും നമ്മളെ പോണത്. പിന്നെ ഇവരെ വീട്ടിലൊരു പൂച്ച ചത്തുണ്ടായിരുന്നിട്ടാ. പൂച്ച ചത്തിട്ട് വിറകേരുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുഴിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടില്ല. നമ്മളെ വണ്ടിയുടെ മുകളിൽ കെട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തെങ്ങേറ്റവും നടന്ന് പൂട്ടലും കഴിഞ്ഞ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ താവുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചോറ്റും പാത്രമൊക്കെ എടുത്ത് നമ്മളെ ഇതൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. പോണ പോക്കിൽ വെള്ളം ചിരക്ക് എത്തിയിട്ട് കണ്ടില്ലേ, വിളക്ക് എത്തിച്ചിരിക്കണണ്ട നമ്മൾ പോണ പോക്കിൽ കണ്ടില്ലേ. അത്രയും നേരമായിട്ട് നമ്മൾ പോകുമ്പോൾ തെക്കേക്കര അമ്പലത്തിലൊക്കെ വിളക്ക് വെച്ചിരിക്കണിട്ടാ നമ്മൾ പോവാണ്. അങ്ങനെ പോണ പോക്കിൽ മോനേട്ടൻ്റെ കടയിൽ റഫീഖാൻ്റെ വീട് കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഇത്ര നേരം പൂട്ടിയിരുന്നില്ലേ, റഫീഖാൻ്റെ വീടാണ് കേട്ടോ കാണുന്നത്. ഈ കാണുന്നതാണ്. ഞാനപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ കണ്ട് പോന്നിട്ടാണ് ഇപ്പോൾ റഫീഖാൻ്റെ വീട് എടുത്തിട്ടാണ്. ഈ വീട്ടുകാർക്കായിരുന്നു നമ്മളിപ്പോൾ അവിടെ പൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വരുന്നവരെ ഒരു മോനേട്ടൻ്റെ കടറ അവിടുന്ന് അവിടെ നമ്മളെ സുനിയേട്ടൻ നിന്നിരുന്നു. സുനിയേട്ടൻ മേടിച്ചെന്ന കടല മുട്ടായി എന്നിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സനുബായി നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് കയറി. അപ്പോൾ സനുബായി എന്നോട് പറഞ്ഞ് ഇൻ്റെ വണ്ടി കൊടുക്കട്ട, യൂട്യൂബിൽ ഇൻ്റെ വണ്ടി കൊടുക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സനുബായിയുടെ വണ്ടിയാണ് ഇപ്പോൾ പോണത്, നമ്മളെ വടമുക്കിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഓട്ടത്തിനൊക്കെ വിളിക്കുക. വടമുക്കിലുള്ള സനുബായിയാണ്, ഗൾഫിലായിരുന്നു ഇതുവരെ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കൊടുന്ന് നിർത്തി, നമ്മളെ അനിയൻ്റെ വീട്ടിൽ വണ്ടി കൊടുന്ന് നിർത്തി. വണ്ടി മാറി നമ്മളെ വടമുക്ക് ബംഗാളി വണ്ടി എടുത്തിട്ടാണ്. നമ്മളെ വണ്ടിയുടെ മുകളിൽ കണ്ടില്ലേ, ഒരു ദിവസം ലീവുള്ള അന്ന് എഴുതി കൂട്ടിയതാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ വടമുക്ക് ബംഗാളിയിൽ നിന്ന്. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഇരുട്ടായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ നമുക്ക് തെങ്ങേറിയിട്ടുള്ള എൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തൊട്ടപ്പുറത്ത് നിന്ന്. അപ്പോൾ അത് അവരുടെ വീട്ടിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് സുബത്താൻ്റെ വീട്ടിൽ നിന്ന് പൈസ ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഞാൻ സബ്സ്ക്രൈബ്